الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഇതുപോലെ ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ അതാണ് തുടങ്ങാൻ നാം ഉദ്ദേശിച്ചത്. അള്ളാഹു നമുക്കിത് പൂർണ്ണമായ നിലക്ക് പഠിക്കാനും ഓതാനും പഠിപ്പിക്കാനും അതുപോലെ അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി ഒരു കിതാബ് വാങ്ങി തന്ന ഒരാളുണ്ട് ജിദ്ദനിട്ട്. അതായത് തഫ്സീർ അദ്ദുറുൽ മൻസൂർ എന്ന മഹത്തായ ഒരു കിതാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹദിയ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും അള്ളാഹു നൽകുമാറാകട്ടെ. അതേപോലെ ഒരു മൊബൈൽ വാങ്ങി തന്ന ഒരാളുണ്ട്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, അതും ഹദിയ തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ നല്ല ഖൈറായ ഉദ്ദേശം അള്ളാഹുവിനെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അത് ഒരു ഖുർആനിനും ഇൽമിനും ഉപയോഗിക്കുന്ന ഒരു അമലായി നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയെ റസൂലായിട്ട് ഭൂമി ലോകത്തേക്ക് അയച്ചപ്പോൾ ഇവിടെയുള്ള കാഫിരീങ്ങള്, ശത്രുക്കള് ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ പലതിനെയും ആക്ഷേപിക്കാനും എതിർക്കാനും തുടങ്ങി. അതായത് ഖിയാമത്ത് നാൾ ഉണ്ടാകും, ഈ ലോകത്തിലേക്ക് ഒരു എൻഡ്, ഒരു അവസാനം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ച് റസൂലുള്ളാഹിനെ പരിഹസിക്കാനും റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാനും തുടങ്ങി. അങ്ങനത്തെ ഒന്നും ഉണ്ടാവുകയില്ല. പലരും അന്നത്തെ കാലത്ത് റസൂലുള്ളാഹിനെ എതിർക്കാൻ വേണ്ടി വന്നു. ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് വലിയ ഒരു നിലക്ക് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ ഒരു നിലക്ക് സൂറത്തുൽ വാഖിയ ഓതുന്നവർക്ക് നല്ല ഒരു ഉപകരിക്കും. അതേപോലെ ഓതാത്തവർ എന്താക്കണം, ഓതാൻ വേണ്ടി തുടങ്ങണം. ഇൻഷാ അതെല്ലാം പറയും. തുടക്കം 1-2 ആയത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിന് നല്ല ഒരു വിശദീകരണം നമുക്ക് എന്താക്കാം, പിന്നീട് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا. എന്താണ് പറഞ്ഞത്? ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ, അഥവാ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ആര് സംഭവിക്കൂല, ആര് എന്ത് പറഞ്ഞാലും ആ സംഭവിക്കേണ്ട ദിവസം അഥവാ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബാ, ആ സംഭവിച്ച ആ ദിവസം അതിനെ കളവാക്കുന്ന ഒരാളും ഉണ്ടാകൂല. ഇന്ന് ഏത് നിരുത്തരവാദിയും ഏത് ദീനുള്ളവനും മതമുള്ളവനും മതം ഇല്ലാത്തവനും ഖിയാമത്ത് നാൾ ഇല്ല എന്ന് പറഞ്ഞാലും ആ ഖിയാമത്ത് നാൾ സംഭവിക്കേണ്ട ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബാ, ആ സംഭവിച്ച ആ ദിവസം അതിനെ എതിർക്കാൻ ഒരൊറ്റ ഒരാളും, അതിനെ കളവാക്കാൻ ഒരൊറ്റ ഒരാളും ഉണ്ടാകൂല. അന്ന് എല്ലാവരും പറയും സത്യമാണ്, സത്യമാണ്. ഇന്ന് ആര് എന്ത് പറഞ്ഞാലും ആ സംഭവിച്ച ദിവസം അതിനെ കളവാക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല.
അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഒരു കൂട്ടം ആളുകൾ അവരെ തല താഴ്ത്തിയിടും. ഒരുപാട് തഫ്സീറുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നു രണ്ടു നമുക്ക് എന്താക്കാം പിന്നീട് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഖാഫിലത്തുൻ, ഒരു കൂട്ടം ആളുകളെ നരകത്തിൽ ഇട്ട് അള്ളാഹു തരം താഴ്ത്തി കളയും. ആരെയാണ്? ഖിയാമത്ത് നാൾ ഇല്ല എന്ന് എതിർത്തു പറയുന്ന, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആ സമൂഹത്തെ അള്ളാഹു നരകത്തിൽ ഇട്ട് തരം താഴ്ത്തി കളയും. റാഫിഅത്തുൻ, ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിലേക്ക് കടത്തിട്ട് അള്ളാഹു ഉയർത്തിക്കളയും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു ഖാഫിലത്തുൻ, ഒരു കൂട്ടം ആളുകൾ അന്ന് തല താഴ്ത്തിയിട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് തല ഉയർത്താൻ കഴിയൂല. എന്ന് പറഞ്ഞാൽ അവരെ നരകത്തിൽ ഇട്ട് അള്ളാഹു താഴ്ത്തിക്കളയും. റാഫിഅത്തുൻ, ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിനെ ഒഴിപ്പെട്ട് അള്ളാഹുവിനെ പേടിച്ച് നടന്ന ആ വിഭാഗത്തെ അള്ളാഹു ഉയർത്തിക്കളയും സ്വർഗത്തിലേക്ക് കടത്തിയിട്ട്. പിന്നീട് പറയുന്നു ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമികൾ ഗിടഗിട ബറക്കാൻ തുടങ്ങിയാൽ, ഇൻഷാ അല്ലാഹ് പിന്നീട് വേറെ വേറെ പറയാൻ നമുക്ക് ചെറിയവർക്ക് പറഞ്ഞതാണ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമികളെല്ലാം ഗിടഗിട ബറക്കാൻ തുടങ്ങിയാൽ, ആ ഖിയാമത്ത് നാളാകുമ്പോൾ സുബ്ഹാനല്ലാഹ് ഈ ഭൂമികളെല്ലാം ഗിടഗിട വിറച്ച് പൊടിയാകാൻ തുടങ്ങും. അതാണ് പറഞ്ഞത് ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമികളെല്ലാം ഗിടഗിട വിറക്കാൻ തുടങ്ങിയാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളെല്ലാം ഇടിപ്പൊടിയാകാൻ തുടങ്ങിയാൽ, അല്ലേ? ഭൂമി എപ്പോ ഗിരിട പറക്കാൻ തുടങ്ങുന്ന? ഭൂമിന്റെ ആണിയാണ് ഏത്? പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളെല്ലാം ഇടിപ്പൊടിയാകാൻ തുടങ്ങിയാൽ ഫക്കാനത്ത് ഹബാഅം മുംബസ്സാ, അങ്ങനെ ഭൂമിയും ആകാശങ്ങളും പർവ്വതങ്ങളെല്ലാം പൊടിപ്പൊടിയായി അത് ധൂളുകളായി കഴിഞ്ഞാൽ ഫക്കാനത്ത് ഹബാഅം മുംബസ്സാ, അത് വിതരപ്പെടുന്ന ധൂളുകളായി പോകും. കാറ്റിക്ക് പരന്നു പോകുന്ന ധൂളുകളായി പോവും. കാറ്റ് വരുമ്പോൾ ആ പൊടികളെല്ലാം എന്താകും? പരന്നു പോകും. അത് കാഫിര്യങ്ങൾക്കുള്ള മുഖത്തിലേക്ക് വീഴുമെന്ന് പിന്നീട് ഒരുപാട് ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ വാഖിയ, അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നു രണ്ട് വിഷയങ്ങൾ അതിന്റെ മഹത്വം നാം പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തും നമുക്ക് അറിയുന്ന നിലയ്ക്ക് നമുക്ക് എന്താക്കാം? വിശദീകരിക്കാം. സൂറത്തുൽ വാഖിയ എല്ലാവരും ഓതണം. അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ വാഖിയയുടെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താക്കണം? ഓതണം. തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തൻ്റെ ഭാര്യമാർക്ക്, പെഞ്ഞായിമാർക്ക് പഠിപ്പാട്ടി കൊടുക്കണം. ആ സൂറത്തുൽ വാഖിയ ഒരാൾ നിരന്തരമായി ഓതുന്നുണ്ടെങ്കിൽ അവനക്ക് ഒരു ദാരിദ്ര്യം, ഒരു ഫഖീർ തരം വരൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിലേക്ക് ഞാൻ ഒരു ഹദീസ്, ഒരു സംഭവം വിവരിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഖാദിമായിരുന്ന ആളായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. പരിശുദ്ധമായ കഅബയുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടി ആദ്യമായി സൂറത്തുർ റഹ്മാൻ ശത്രുക്കളെ മുമ്പിൽ ഓതാൻ ധൈര്യം കെട്ടിയ സ്വഹാബി. പക്ഷേ കാഴ്ചക്ക് കാണുമ്പോഴത്തേക്ക് ചെറിയ ആൾ, അവിടെ ചെന്നത് അയാള് കാഴ്ചക്ക് ചെറിയ ആള്, നീളമുള്ള ഒരാൾ ഇരുന്നെങ്കിൽ, ഉദ്ധമുള്ള ഒരാൾ വെച്ചെങ്കിൽ ആ മനുഷ്യൻ എത്ര ഹൈറ്റിക്കൂ അത്രമേ ഹൈറ്റുള്ള ആൾ. പക്ഷേ അയാളെ ഇൽമിലും അയാളെ തഖ്വയിലും ഇബാദത്തിലും വലിയ സ്വഹാബിയാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗമായി ആ മരണവുമായി മുന്നിടുന്ന സമയത്ത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നോക്കുമ്പോൾ മരണവുമായി മുന്നിൽ നിൽക്കുന്ന സമയമാണ്, സക്രാത്തിന്റെ വേദനയുള്ള സമയമാണ്. അപ്പോ പണക്കാരനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചു, മാ തസ്തക്കി,
എന്തെങ്കിലും ആവലാതി പറയാനുണ്ടാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്, ഇയാളാണെങ്കിൽ പാവപ്പെട്ടൊരു സ്വഹാബിയാണ്, പെൺമക്കളുണ്ട്. അപ്പോൾ ആ ഉദ്ദേശം വെച്ചിട്ട് ചോദിച്ചത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, എന്തെങ്കിലും നിങ്ങൾക്കൊരു ആവലാതി പറയാനുണ്ടോ? അയാൾ പറഞ്ഞു, പറയാനുണ്ട്. ഞങ്ങളെന്ത് പറയും? ഒരു പണക്കാരൻ, ഒരു പ്രതീക്ഷയുള്ള വലിയൊരു മുതലാളി ആ ഒരു രോഗിയായി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ട് കേട്ട അപ്പം എന്ന് ചൊല്ലുക, ഞങ്ങൾക്കത് വേണം, കടമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞങ്ങൾ ചെമ്മ ചെന്ന അയാൾ തരുന്ന ഉറപ്പാണ്, എന്ത് കേട്ടെങ്കിലും അയാൾ തരും. അങ്ങനത്തെ പ്രതീക്ഷ ഉള്ള ഒരാൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും വേണം കേൾക്കുമ്പോൾ നിങ്ങൾ ആ ടൈം എന്താക്കുക, ബെസ്റ്റാക്കാൻ, അത് വേണം, ഇത് വേണം എന്ന് ചൊല്ലുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്തു, നക്ക് നിങ്ങളുടെ ഒരു അവലാതി ചൊല്ലുകൊണ്ട്, എന്തിരെ? ദുനൂബി, എൻ്റെ ജീവിതത്തിൽ നാളാക്കി ചെമ്മ തപ്പ് സ്വറവുണ്ട്, അതൊക്കെന്തെങ്കിലും നിങ്ങൾക്ക് പരിഹാരാക്കൂ സാധ്യമുണ്ടാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടത് വേറെ നിരക്കാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണ, സഹായം വേണ എന്ന് കേട്ടോ. ഇയാളെന്ന് ചൊല്ലേ, ദുനൂബി, എൻ്റെ ദോഷം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, അപ്പോ അതൊക്കെ എന്തെങ്കിലും പരിഹാരാക്കാൻ എനിക്ക് സാധ്യമുണ്ടാ? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനസ്സിലാക്കി, ഇത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല ചൊല്ലിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ ചേഞ്ച് ആക്കി, മാ തസ്തഹി യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, എന്തും നിങ്ങൾക്ക് ആശ ഉണ്ടാ? നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും മോഹമുണ്ടാ? എന്തെങ്കിലും ആശ ഉണ്ടാ നിങ്ങൾക്ക്? അയാൾ പറഞ്ഞു, അതേ, റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്തിനെയാണ് ഞാൻ കൊതിക്കുന്നത്, ആ റബ്ബിന്റെ വിശാലമായ റഹ്മത്തിനെയാണ് ഞാൻ കൊതിക്കുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മനസ്സിലായി, എന്റെ ചോദ്യം, എന്റെ ക്വസ്റ്റ്യൻ ഇയാൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഇതല്ലല്ലോ ചോദിക്കുന്നത്. കാരണം രോഗിയായിട്ട് കിടക്കുന്നു, പാവപ്പെട്ട സ്വഹാബിയാണ്, എന്തെങ്കിലും പൈസന്റെ ആവശ്യമുണ്ടാ? മരുന്ന് വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മാ തസ്തഹീ, നിങ്ങൾക്ക് എന്തെങ്കിലും മോഹമുണ്ടോ, ആശയുണ്ടോ? അപ്പോഴാണ് അയാൾ പറയുന്നത്, റഹ്മത്തു റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ചോദ്യം മാറ്റുകയാണ്, അല്ല അബ്ദുല്ലാഹി മസ്ഊദ്, നിങ്ങൾ രോഗിയല്ലേ, നിങ്ങൾക്ക് ഞാൻ ഡോക്ടറെ വിളിക്കട്ടാ, ഒരു ഡോക്ടറെ കൊണ്ടുവരട്ടാ, അയാൾ നിങ്ങളെ ചികിത്സിക്കട്ടെ, നിങ്ങൾക്കുള്ള മരുന്ന്, നിങ്ങൾക്കുള്ള രോഗമാണ് എന്താണെന്ന് അയാൾ നോക്കട്ടെ. അപ്പോഴാണ് അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾ പറയുന്നത്, യാ അമീറുൽ മുഅ്മിനീൻ, എന്നെ ഡോക്ടറല്ലേ രോഗിയാക്കിയത്, നിങ്ങൾ എനിക്ക് എന്തിനാണ് ഡോക്ടർ? ആ ഡോക്ടർ തന്നെയാണ് എന്നെ എന്താക്കി രോഗിയാക്കിയത്. അത്വബീബു അംറളനി, എന്നെ രോഗിയാക്കി ഡോക്ടറാണ്. ഏത് ഡോക്ടറാണത്? ആരാണ് ഡോക്ടർ? അല്ലാഹു ആകുന്ന റബ്ബല്ലേ എന്നെ രോഗിയാക്കിയത്. ആ റബ്ബല്ലേ രോഗം തരുന്നവൻ, ആ റബ്ബല്ലേ രോഗം ശിഫയാക്കുന്നവൻ. പിന്നെ നിങ്ങൾ ഏത് ഡോക്ടറെയാണ് കൊണ്ടുവരുന്നത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഞാൻ ചോദിച്ച ചോദ്യം ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരക്ക് നേരെ ചോദിക്കുന്നു, അല്ല അബ്ദുല്ലാ, നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടോ? സമ്പത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ മരണവെപ്രാളത്തിലുള്ള ഒരുപാട് പെൺമക്കളുണ്ട്, പാവപ്പെട്ട കുടുംബങ്ങളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സ്വഹാബിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾ പറയുന്നത്, ലാ ഹജത ലീ ഫീഹി, എനിക്ക് പൈസന്റെ ആവശ്യമില്ല, നിങ്ങളെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല, അതിന്റെ ആവശ്യം എനിക്ക് ഇല്ല. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ ബാക്കി ഭാഗം ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ മുന്നിൽ വരികയാണ് അല്ലാഹ്. ആ റമളാൻ മാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും
ആ റമളാന്റെ മുഴുവൻ നോമ്പ് നോക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയവരെ ഖബർ ജീവിതം സ്വർഗമാക്കണം റഹ്മാനെ. ഇൽമു പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമുക്ക് ഭക്ഷണം തന്നും കിതാബ് തന്നും പൈസ തന്നും സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, നമുക്കും അവർക്കും സ്വർഗത്തിന്റെ ഭക്ഷണം നൽകണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുവിലേക്ക് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും നൽകണേ റഹ്മാനെ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.